കെ മുരളീധരൻ ഒരുപക്ഷേ കേരളത്തിലിപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മന്ത്രിമാരിൽ ഒരാളാണ്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളുമൊക്കെ ഒരുപക്ഷേ കേരളത്തിലുള്ള എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി അല്ലെ ബഹുമാനത്തോടു കൂടി സ്മരണയോടു കൂടി ചിന്തിക്കേണ്ടതാണ്. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ഈ ആരോഗ്യ വകുപ്പിനെ ഏറ്റെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം വലിയ മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ആരോഗ്യ മേഖല കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് ആരോഗ്യ രംഗം തകർന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിപ വൈറസ് പിടിമുറുക്കിയ ഒരു സമയം, നിപ രോഗികൾ ധാരാളമായി ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ മസ്തിഷ്ക ജ്വരം ഇവിടെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം എന്ന് പറയാം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കെ മുരളീധരന് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അധികാരമേൽക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തുടക്കത്തിൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഈ പറയുന്ന രോഗങ്ങളെയെല്ലാം എങ്ങനെ വരുതിയിലാക്കും, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴേക്ക് തന്നെ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തേക്കെത്തി. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ വീണ ജോർജിനെ ഏറ്റവും അധികം വിമർശിച്ച നേതാക്കന്മാരിൽ ഒരാൾ കെ മുരളീധരനായിരുന്നു. വീണ ജോർജിൻ്റെ പ്രവർത്തനം മോശമാണെന്നും ഒരു സ്ത്രീ കൈകാര്യം ചെയ്താൽ ശരിയാവില്ല എന്നതടക്കമുള്ള വിമർശനം ഉന്നയിച്ച ഒരാളായിരുന്നു കെ മുരളീധരൻ. അപ്പോഴാണ് ആ വിമർശനത്തിന് ശേഷം അതേ വകുപ്പിലേക്ക് തന്നെ കെ മുരളീധരൻ എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണത്തിൻ്റെ മൂർച്ച കൂടുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതിനുശേഷം ആ ഒരു കെട്ടകാലത്തിന് ശേഷം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മന്ത്രി നേരിട്ട് ആരോഗ്യ മേഖലയെ നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക്, സ്വകാര്യ ആരോഗ്യ മേഖലയിലേക്ക് ധാരാളം കോടിക്കണക്കിന് രൂപ ഫണ്ട് മുടക്കിയിട്ട് നിൽക്കുകയാണ് രാജ്യത്തിന് പുറത്ത് തന്നെയുള്ള അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത്തരം ഒരുപാട് കമ്പനികൾ, അമേരിക്കൻ കമ്പനികളടക്കം നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആരോഗ്യ രംഗത്തേക്ക് പണം ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന UDF, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ വളരെ മോശമാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കുകയും അതിലൂടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ തന്ത്രമായിരുന്നു അത് എന്നൊരു ആരോപണം ആ സമയത്ത് തന്നെ നമ്മൾ പലയിടങ്ങളിൽ നിന്നായി നമുക്ക് കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷം ഈ കെ മുരളീധരൻ എത്തിയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ഒരു വലിയ അഴിമതി കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് വരുന്നു. എന്തായിരുന്നു അവിടെ കൊണ്ടുവരുന്ന കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടിരിക്കുകയും അത് ഒരുപക്ഷെ അതിലേക്ക് കൊണ്ടുപോകാൻ പോലും, അല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ നാശമായി കിടക്കുന്ന സാഹചര്യം ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടു. മെഷീൻസ് വാങ്ങി അവിടെ ഇട്ടേക്കുന്നു. അവിടെ ഇട്ടിരിക്കുന്ന ആ സാധനങ്ങൾ ഉപയോഗശൂന്യമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അത് തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ആ മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് ശക്തമായൊരു അന്വേഷണം. ശരിക്കും ഇത് നടന്നത് ആരുടെ കാലത്താണ്? കഴിഞ്ഞ വീണ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു പർച്ചേസ് നടക്കുകയും ഇത് ഉപയോഗരഹിതമായി അവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളുമായി പോകുവാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നീട് നമ്മൾ ആ തുടക്കത്തിൽ കേട്ട മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളൊന്നും പിന്നീട് നമ്മൾ കേൾക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഏറെക്കുറെ തുടക്കത്തിലാണ് നമ്മൾ കേട്ടത് ഒരാളുടെ മരക്കഷ്ണം വെച്ച് തുന്നിച്ചേർത്തതും, അതോടൊപ്പം തന്നെ ഒരാൾ ആശുപത്രി കിടക്കയിൽ നിന്ന് വീണ് മരിച്ചതും, അങ്ങനെ തുടങ്ങി നിരവധി കഥകൾ നമ്മൾ ആ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കെ മുരളീധരൻ അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെ നമ്മൾ കേട്ടുവെങ്കിൽ തന്നെയും പിന്നീട് ആ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അതൊന്നും വലിയ തോതിൽ ചർച്ചയിലേക്ക് വരുന്നില്ല. ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ താലൂക്ക് ആശുപത്രികളിലോ CHCകളിലോ ഒന്നും അത്തരത്തിലുള്ള വാർത്തകൾ നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏറെക്കുറെ അത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്താൻ അവർക്ക് കഴിഞ്ഞു, കെ മുരളീധരന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നീടാണ് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം,
ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിക്രൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളതൊരു സംഭവം. അത് വീണ ജോർജിൻ്റെ കാലത്താണ് എന്നും വീണ ജോർജ് തനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കോടി രൂപയുടെ പർച്ചേസുകൾ നടത്തുകയും മരുന്നും അതോടൊപ്പം തന്നെ എക്യുപ്മെൻസുകളും പർച്ചേസ് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ അത് ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇതൊരു അന്വേഷണത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു, അതൊരു വിജിലൻസ് കേസിലേക്ക് കാര്യങ്ങളെത്തുന്നു. ഒടുവിൽ എച്ച് സലാം എന്ന് പറയുന്ന അമ്പലപ്പുഴയിലെ മുൻ എം എൽ എ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തുള്ള ഒരു വലിയ ചലനമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉപകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്ന ഹൃദ്രോഗികളെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഈ പറയുന്ന ഹാർട്ട് ലങ് മെഷീൻ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ ആ മെഡിക്കൽ കോളേജിലേക്ക് ഈ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ അവിടെ നിന്ന് ഈ ഹാർട്ട് ലങ് മെഷീൻ ഒരെണ്ണം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഏകദേശം അതിന് എനിക്ക് തോന്നുന്നു നല്ല തുകയുള്ള കോടിക്കണക്കിന് രൂപ, ഏകദേശം ഒരു തോന്നുന്നൊരു 3 കോടി രൂപയോളം വിലയുള്ള ഒരു ഉപകരണമാണ് ഈ ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു മെഷീൻ MES മെഡിക്കൽ കോളേജിൽ നിന്നും അതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു, അത് നൽകുകയും ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അവിടെ ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഹാർട്ട് ലങ് മെഷീനാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു സാഹചര്യം, ഈ പറയുന്ന ഒരു പ്രതിസന്ധി, ഇതെല്ലാം ഡോക്ടർ വന്നിട്ട് മന്ത്രിയോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ പിന്നീട് കെ മുരളീധരൻ എന്ത് ചെയ്തു? കാര്യം ഇങ്ങനെ ഒരു മെഷീനില്ല, ഈ മെഷീൻ കാരണം ഒരുപാട് ശസ്ത്രക്രിയകൾ ഇവിടെ മുടങ്ങുകയാണ്. അപ്പോൾ പലരെയും ശ്രീചിത്രയിലേക്ക് പറഞ്ഞു വേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് അത് വേണം എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ കെ മുരളീധരൻ നേരെ ഈ MES മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഹാർട്ട് ലങ് മെഷീൻ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പണമെല്ലാം ഏറെക്കുറെ ഇനി ഒരു വർഷത്തേക്കും കൂടിയിട്ടുള്ള പണം ഓൾറെഡി MES മെഡിക്കൽ കോളേജ് നൽകിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇനി അങ്ങോട്ട് ഈ മെഷീൻ ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 4 ശസ്ത്രക്രിയ വരെ നടന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെ ഇതിൻ്റെ മെഷീൻ്റെ തകരാറ് വന്നതോടുകൂടി വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് തുടങ്ങി വാൽവ് മാറ്റിവയ്ക്കൽ, ബൈപ്പാസ് സർജറി നടക്കുന്നുണ്ട്. ജന്മന ഈ ഹൃദയവൈകല്യം ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഹാർട്ട് ലങ് മെഷീനുമായി ബന്ധപ്പെട്ട് ഇത് പുതിയത് അവിടത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുക അനുവദിക്കുന്ന കാര്യത്തിൽ നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ആ ഒരു പ്രതിസന്ധി കൂടി മന്ത്രി ഇടപെട്ട് പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഏകദേശം അവിടെ ഇരിക്കുന്ന ഒരെണ്ണം നന്നാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ 14 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ജഹാംബാൻ്റെ കാലം എത്തി, അതൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. ഇനിയും പുതിയത് ഇവിടേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ പുതിയത് കൊണ്ടുവരികയും ഇപ്പോൾ തന്നെ ഒരെണ്ണം കൊണ്ടുപോകുന്നു. ഇനിയിപ്പം കോഴിക്കോട്ടുകാർക്ക് സ്വകാര്യ ആശുപത്രികളുടെ ദയാദാക്ഷിണ്യത്തിന് കാത്തിരിക്കുകയോ അല്ലെ ഭീമമായ തുക കൊടുത്തുകൊണ്ട് ആർക്കും കോഴിക്കോടുകാർക്ക് ഇനിയും ഹൃദയ ശസ്ത്രക്രിയ നടത്തേണ്ട ഗതികേടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തായിരുന്നാലും ആരോഗ്യവകുപ്പ് മന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഇങ്ങോട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി നല്ല കരുത്തനായ ഒരു മന്ത്രിയായി മാറുന്നതിൻ്റെ ലക്ഷണങ്ങളും ശുഭസൂചനകളുമാണ് നമ്മൾ കണ്ടുവരുന്നത്.